പത്തനംതിട്ടയിലെ തോട്ടം മേഖലയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നു. പെരിനാട്, ചിറ്റാർ പഞ്ചായത്തുകളിൽ മാത്രം 100 കണക്കിന് പേർ ക്യാൻസർ ബാധിതരാണെന്ന് അധികൃതർ നടത്തിയ പഠനത്തിൽ വ്യക്തമായി. റബ്ബർ തോട്ടങ്ങളിൽ നടക്കുന്ന അനിയന്ത്രിത വിഷപ്രയോഗമാണ് രോഗവ്യാപനത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. പെരിനാട് പഞ്ചായത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തയ്യാറാക്കിയ ഈ പട്ടിക പ്രകാരം 100ഓളം പേരാണ് തോട്ടം മേഖലയിൽ ക്യാൻസർ ബാധിതരായുള്ളത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. രോഗം ബാധിച്ചു മരിച്ചവരും രോഗലക്ഷണങ്ങളുള്ളവരും നിരവധി. പ്രദേശത്തെ ക്യാൻസർ രോഗികളിൽ ചിലരെ ഞങ്ങൾ നേരിൽ കണ്ടു. വീട്ടമ്മയായ അന്നമ്മ വിൽസൺ ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. മുഴ കണ്ട് ഞാൻ 2-3 മാസത്തോളം എങ്ങും പോയില്ല. ട്രീറ്റ്മെൻറ്റ് ചെറുതായിട്ട് തോന്നി. അതിനുശേഷം എനിക്ക് നിപ്പിള് അകത്തോട്ട് വലിയാൻ തുടങ്ങി. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിന് കാണിക്കാൻ പോകുന്ന ഡോക്ടറിനടുത്ത്. ചികിത്സ തുടരുന്ന വത്സലയെ ശാരീരിക അവശതകൾ ഇപ്പോഴും പിന്തുടരുന്നു. അസുഖത്തിൻ്റെ ആയിട്ട് ബുദ്ധിമുട്ട് കൈക്ക് ഇങ്ങനെ നീരുണ്ട്. ആ നീര് ഒരു ജോലിയൊക്കെ ചെയ്യുകയൊക്കെ വന്നെങ്കിൽ ആ കൈ കൊണ്ട് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കർഷകനായ മധുസൂദന് ഈടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. എനിക്ക് നാവിൽ ചെറിയ പെരുമഴ പോലെ വന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അത്ര പ്രശ്നമാക്കിയില്ല. സ്ഥലം വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം തോന്നി. അങ്ങനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോയി കാണിച്ചപ്പോൾ അവർക്കിവിടെ അവർ നേരെ മെഡിക്കൽ കോളേജിൽ നിർത്തി. റബ്ബർ തോട്ടങ്ങളിൽ മാരകമായ കളനാശിനികൾ ഉപയോഗിക്കുന്നതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാദേശിക ഭരണകൂടം കരുതുന്നത്. ഇവിടെ തോട്ടം മേഖലയാണ്. ഭീകരമായിട്ടുള്ള വിഷ പദാർത്ഥങ്ങളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീതിയോടും ഭയപ്പാടോടും കൂടി കാണുന്ന ഒരു രോഗമാണിത്. ഇവിടെ പെരിനാട് പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. ക്യാൻസർ പടരുന്ന സാഹചര്യത്തിൽ സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് പെരിനാട്, ചിറ്റാർ പഞ്ചായത്തുകളുടെ തീരുമാനം. പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഇരു പഞ്ചായത്തുകളുടെയും ആവശ്യം. പെരിനാട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഈ കണക്ക് പ്രകാരം 100ഓളം പേരാണ് ക്യാൻസർ ബാധിതരായി ഇവിടെയുള്ളത്. രോഗലക്ഷണങ്ങളുമായി ജീവിക്കുന്നവരും നിരവധി. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനോടൊപ്പം പ്രേംലാൽ പ്രബുദ്ധൻ, മീഡിയ 1, പത്തനംതിട്ട.